Hi guys, welcome to Veranda YouTube channel. I am Sreelekshmi. Innu Hindu editorial vocabulary 15th day aanu. Appam innu 12 words aanullathu. Oro words ine synonym, antonym and example sentence aanu nokki povunathu. Appam session lotte povam. Session lotte povunadinu munne Veranda Race inde offline and online batches ne patti ariyan vendite screen il കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓഫ്ലൈൻ ബാച്ചിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് 7845730248 എന്ന നമ്പറിലും ഓൺലൈൻ ബാച്ചിനെ പറ്റി അറിയാൻ 7845792238 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് ലെവൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സർക്കിൾ, ബേസിക് സർക്കിൾ. ആദ്യമായിട്ട് ക്ലാസ്. സെക്കൻഡ് ബേസിക് സർക്കിൾ. തേർഡ് എക്സ്ട്രീം സർക്കിൾ. ഫോർത്ത് സൂപ്പർ ബാച്ച്. ഫിഫ്ത്ത് റിപ്പ് അഥവാ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. ആൻഡ് സിക്സ്ത് മോക്ക് ഇൻ്റർവ്യൂ. ഇതാണ് വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്സ്. അപ്പം ഇനി സെഷനിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് വേർഡ് ഫ്ലെയർ. ഫസ്റ്റ് വേർഡ് ഫ്ലെയർ. FLAIR. നൗൺ ആണ്. എന്താണ് ഫ്ലെയറിൻ്റെ മീനിങ്? ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർ ഇൻസ്റ്റിങ്ക്റ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓർ എബിലിറ്റി ഫോർ ഡൂയിങ് സംതിങ് വെൽ. ഓരോ കാര്യങ്ങൾ എന്ത് തന്നെ ആവട്ടെ, അത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യത്തിൽ ഒരു എന്താ പറയുക, ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു എബിലിറ്റീനെ കാണിക്കുന്നതാണ് ഫ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്പെഷ്യൽ ഓർ ഇൻസ്റ്റിങ്ക്റ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഫോർ ഡൂയിങ് സംതിങ് വെൽ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം വളരെ സ്കിൽഫുൾ ആയിട്ട് ചെയ്യുന്നതിനെയാണ് ഫ്ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള കഴിവിനെയാണ്, ആ ഒരു സ്കില്ലിനെയാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, സിനോണിംസ്. ടാലൻറ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റ്. അത് ഏതെങ്കിലും ഒരു സ്കില്ലാകാം, അതിന് നല്ല രീതിയിൽ ചെയ്ത് തീർക്കാനുള്ള ടാലൻറ്റ് അല്ലെങ്കിൽ ഗിഫ്റ്റിനെ ഫ്ലെയർ എന്ന് പറയുന്നു. ഓക്കെ, ആൻറ്റോണിംസ് എന്താണ് വരുന്നത്? ഇൻഎബിലിറ്റി. ഇതിൻ്റെ ഓപ്പോസിറ്റ്, അത് എബിലിറ്റി അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡാണ് ഫ്ലെയറിൻ്റെ മീനിങ് എങ്കിൽ ആൻറ്റോണിംസിൽ ഇൻഎബിലിറ്റി വരും. ഓക്കെ, ഇനി എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിക്കേ. ഷീ ഹാഡ് എ ഫ്ലെയർ ഫോർ സർട്ടൺ ലാംഗ്വേജസ്. ചില ലാംഗ്വേജസ് ഡീൽ ചെയ്യുന്നതിൽ അവൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ട്, അതിലൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലെയറിൻ്റെ മീനിങ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ്, സ്പെഷ്യൽ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഓർ എബിലിറ്റി ഫോർ ഡൂയിങ് സംതിങ് വെൽ. ഏതെങ്കിലും ഒരു കാര്യം നല്ല കൃത്യമായിട്ടും നല്ല എബിലിറ്റിയോടെയും ടാലൻറ്റോടെയൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് ഫ്ലെയർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേർഡ് ഫസ്. FUSS. ഇതൊരു നൗണാണ്. എന്താണ് അതിൻ്റെ മീനിങ്? എ ഡിസ്പ്ലേ ഓഫ് അൺനെസസറി ഓർ എക്സസീവ് എക്സൈറ്റ്മെൻറ്റ്, ആക്ടിവിറ്റി ഓർ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, ബോദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ്, അൺനെസസറി ആയിട്ടുള്ള എക്സസീവ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിനെ ഫസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ട്രബിൾസം, ഇൻകൺവീനിയൻസ്, ഒരു ബഹളം, അങ്ങനെ ഒരു മീനിങ്ങും ഫസ്റ്റ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഓഫ് അൺനെസസറി ഓർ എക്സസീവ് എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയും. ആവശ്യമില്ലാതെ ഒരു ഓവറായിട്ട് കാണിക്കുന്ന എക്സസീവ് ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഡിസ്പ്ലേനെ ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓർ ആക്ടിവിറ്റി ഓർ ഇൻട്രസ്റ്റ്, എന്തൊരു കാര്യം ആയിക്കോട്ടെ, അതിനോടുള്ള അതിനെപ്പറ്റി കാണിക്കണ ഒരു എക്സസീവ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സിനോണിംസ് വരുന്നത് ട്രബിൾ അല്ലെങ്കിൽ ഇൻകൺവീനിയൻസ്. ഓക്കെ, ട്രബിൾ, ഇൻകൺവീനിയൻസ് ഒക്കെയാണ് ഫസ്റ്റിൻ്റെ മീനിങ്. ആൻറ്റോണിംസ് വരുന്നത് കൺവീനിയൻസ്. ഇപ്പോൾ ഫസ്റ്റ് എന്താണ്? ഡിസ്പ്ലേ അൺനെസസറി ഓർ എക്സസീവ് എക്സൈറ്റ്മെൻറ്റ്, ആക്ടിവിറ്റി ഓർ ഇൻട്രസ്റ്റ്, ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ കാര്യം, അതിൽ ഏതൊരു ആക്ടിവിറ്റി എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, അതിനെ കാണിക്കുന്ന ഒരു ഓവറായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിയേ. ദേ സെറ്റിൽഡ് ഇൻ വിത്ത് വെരി ലിറ്റിൽ ഫസ്റ്റ്. അവർ അവസാനം ഒരു ഫസ്റ്റിൽ സെറ്റിൽ ഇൻ വിത്ത് വെരി ലിറ്റിൽ ഫസ്റ്റിൽ അവർ സെറ്റിലായി എന്നാണ് പറയുന്നത്. ദേ സെറ്റിൽ ഇൻ വിത്ത് വെരി ലിറ്റിൽ ഫസ്റ്റ്, അതായത് വളരെ ആ ഒരു ബഹളം എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ ഇതിൽ സെറ്റിലായി എന്നാണ് പറയുന്നത്. ദേ സെറ്റിൽ ഇൻ വിത്ത് വെരി ലിറ്റിൽ ഫസ്റ്റ്. ഒരു ബഹളമോ ഒരു ബോദറിങ്ങും ഒരു ഇൻകൺവീനിയൻസും ഒരു ട്രബിൾസമോ ഒന്നും ഇല്ലാതെ തന്നെ അവർ സെറ്റിലായി എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു ബഹളം, ആ ഒരു ബോദർ, ഒരു ട്രബിൾ, ഒരു ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ ഒരു ഓവർ എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെയാണ് ഫസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് കൺവല്യൂട്ടഡ്. അതൊരു അഡ്ജക്റ്റീവാണ്. കൺവല്യൂട്ടഡ്
CONVOLUTED, കൺവല്യൂട്ടഡ് ഒരു അഡ്ജക്റ്റീവാണ്. എന്താണ് എൻ്റെ മീനിങ്? കോംപ്ലിക്കേറ്റ്, എക്സ്ട്രീംലി കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഫോളോ. കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭയങ്കര കോംപ്ലക്സ്, കോമ്പൗണ്ട്, അങ്ങനെയുള്ള എന്താ ഡിഫിക്കൽട്ടായിട്ട് ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യത്തിന് കൺവല്യൂട്ടഡ് എന്ന് പറയും. അതായത് കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കൺവല്യൂട്ടഡ് എന്നാണ് പറയുന്നത്. സിനോണിംസ് വരുന്നത് കോംപ്ലക്സ്, ഇൻവോൾവ്ഡ്, കൺവല്യൂട്ടഡിൻ്റെ മീനിങ് എന്താണ്? കോംപ്ലിക്കേറ്റ്, എക്സ്ട്രീംലി കോംപ്ലക്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഫോളോ എന്നാണ്. ഒരു അഡ്ജക്റ്റീവാണ്. സിനോണിംസ് എന്തൊക്കെ വരുന്നത്? കോംപ്ലക്സ് അല്ലെങ്കിൽ ഇൻവോൾവ്ഡ്. ആൻറ്റോണിംസ് എന്ത് വരും? സിമ്പിൾ. മീനിങ് കോംപ്ലക്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഒക്കെ ആണെങ്കിൽ ആൻറ്റോണിംസ് എന്ത് വരും? സിമ്പിൾ. എക്സാമ്പിൾ സിനോണിംസ് എന്താ? ഹിസ് ഗ്രാമർ എക്സ്പ്ലനേഷൻസ് ആർ ടെറിബ്ലി കൺവല്യൂട്ടഡ്. അവൻ്റെ ഗ്രാമർ എക്സ്പ്ലനേഷൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്, ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്, അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലക്സ് ആണ്. സിമ്പിൾ അല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലാണ് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെയാ ഹിസ് ഗ്രാമർ എക്സ്പ്ലനേഷൻസ് ആർ ടെറിബ്ലി കൺവല്യൂട്ടഡ്. അതായത് അവൻ്റെ ആ ഗ്രാമറിൻ്റെ എക്സ്പ്ലനേഷൻ ഭയങ്കര കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ് എന്നാണ് പറയുന്നത്. കൺവല്യൂട്ടഡിൻ്റെ മീനിങ് എന്താണ്? കൺവല്യൂട്ടഡിൻ്റെ മീനിങ് എന്താണ്? കോംപ്ലിക്കേറ്റ്, എക്സ്ട്രീംലി കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു ഫോളോ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് അജിറ്റേഷൻ. അതൊരു നൗണാണ്. അജിറ്റേഷൻ എന്ന് പറയുന്നത് നൗണാണ്. അതിൻ്റെ മീനിങ് എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് ആങ്സൈറ്റി ഓർ നെർവസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്. ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു ആങ്സൈറ്റി, ഒരു നെർവസ്നെസ്സൊക്കെയാണ് അജിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിംസ് നോക്കിക്കേ. പെർട്ടർബേഷൻ അല്ലെങ്കിൽ ഡിസ്ക്വയറ്റ്. പെർട്ടർബിൻ്റെ മീനിങ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. എന്താണ് പെർട്ടർബ്? വറി ചെയ്തിരിക്കുക, ഭയങ്കര വിഷമിച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതിനാണ് പെർട്ടർബ് എന്ന് പറയുന്നത്. അജിറ്റേഷൻ്റെ മീനിങ് ഇവിടെ എന്താ? സ്റ്റേറ്റ് ഓഫ് ആങ്ഷൈറ്റി, നെർവസ്. നമ്മൾ എന്തെങ്കിലും കാര്യം കൊണ്ട് ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ നെർവസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു നെർവസും എക്സൈറ്റ്മെൻറ്റും മിക്സ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിനെയാണ് അജിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിനോണിംസ് ആണ് പെർട്ടർബേഷൻ ആൻഡ് ഡിസ്ക്വയറ്റ് ആണല്ലോ. ഇനി അതിൻ്റെ ആൻറ്റോണിംസ്. കാംനെസ് ആണ് അതിൻ്റെ ആൻറ്റോണിംസ്. മറ്റേത് പെർട്ടർബ് അല്ലെങ്കിൽ ആങ്ഷൈറ്റി, നെർവസ്നെസ് ഒക്കെയാണ് അതിൻ്റെ മീനിങ് എങ്കിൽ ഓപ്പോസിറ്റ് വരുന്നത് കാംനെസ് ആണ്. എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിയേ. ഷീ വാസ് റിങ്ങിങ് ഹർ ഹാൻഡ്സ് ഇൻ അജിറ്റേഷൻ. റിങ്ങിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റായിട്ട്, കൈ ഭയങ്കര നെർവസ് ആകുമ്പോൾ നമ്മൾ കൈയൊക്കെ ഭയങ്കര വെറ്റാവത്തില്ലേ, അതിനെയാണ് റിങ്ങിങ് എന്ന് പറയുന്നത്. റിങ്ങിങ് ഹർ ഹാൻഡ്സ്. ഷീ വാസ് റിങ്ങിങ് ഹർ ഹാൻഡ്സ് ഇൻ അജിറ്റേഷൻ. ടെൻഷൻ അടിച്ച് ആങ്ഷ്യസ് ആയതുകൊണ്ട് അവളുടെ കൈയൊക്കെ ഭയങ്കര വെറ്റായിട്ട്, എന്താ പറയുക, വെറ്റായിട്ട് ഭയങ്കര കോൾഡായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഷി വാസ് റിങ്ങിങ് ഹർ ഹാൻഡ്സ് ഇൻ അജിറ്റേഷൻ. നെർവസ് ആയതുകൊണ്ടും എക്സൈറ്റഡ് ആയതുകൊണ്ടുമൊക്കെ അവളുടെ കൈ ഭയങ്കര എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കൈ ഭയങ്കര ടെൻഷൻ അടിച്ച് സ്വെറ്റ് കൊണ്ട് എന്താ പറയുക വെറ്റായിട്ടിരിക്കുകയാണ്. അതാണ് ആ എക്സാമ്പിൾ സെൻറ്റൻസിന് ഉദ്ദേശിക്കുന്നത്. അജിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ആങ്ഷൈറ്റി, നെർവസ്നെസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഹേർലി ബേർലി. HURLYBURLY. എന്താണ് എൻ്റെ മീനിങ്? ബിസി, കൗസ്, ഡിസോർഡർ. ഇപ്പോൾ ഒരു വെപ്രാളം, ഒരു അറേഞ്ച്മെൻ്റ് ഉള്ളത്, ആ ഒരു ഹരിബറി പറയത്തില്ലേ, ആ ഒരു സെയിം മീനിങ് ആണ് ഹേർലി ബേർലിക്ക് പറയുന്നത്. ഡിസോർഡർ, ബിസി ആൻഡ് കൗസ് ആണ് അതിൻ്റെ മീനിങ്. ഒരു കൺഫ്യൂഷൻ, ടിമിൾട്ട്, ഇതൊക്കെ എന്താ അതിൻ്റെ സിനോണിംസ് ആണ്. ടിമിൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒന്നുണ്ടാകുന്ന ഒരു നോയ്സിനെയാണ് ടിമിൾട്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കൗസ് എന്താ? ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത, ഒരു ഓർഡർ ഇല്ലാത്ത, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെയാണ് കൗസ് എന്ന് പറയുന്നത്. ഹേർലി ബേർലി എന്നുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ബിസി, കൗസ്, ഡിസോർഡറിനെയാണ് ഹേർലി ബേർലി എന്ന് പറയുന്നത്. ഇനി കാമും ഓർഡറും ഒക്കെ എന്താ? ഇതിൻ്റെ ആൻറ്റോണിംസ് ആണ്, ഓപ്പോസിറ്റ് ആണ്. ഇനി എക്സാമ്പിൾ സെൻറ്റൻസ് എന്താ? ദ പാർട്ടി ടേൺഡ് ഇൻ ടു വൈൽഡ് ഹേർലി ബേർലി ആസ് പീപ്പിൾ ഡാൻസ്ഡ്, ലാഫ്ഡ് ആൻഡ് ചാറ്റഡ് ലൗഡ്ലി. പാർട്ടി ഭയങ്കര ഹേർലി ബേർലി ആയി, അതായത് ഭയങ്കര ലൗഡും ഭയങ്കര കാവോസ് നിറഞ്ഞതായി, അതായത് ഭയങ്കര എന്താ പറയുക ടെമിൾട്ട് ഉണ്ടായി, അതായത് ഒരു നോയ്സൊക്കെ ഉണ്ടായി. കാരണം എന്താ? ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ആ പീപ്പിൾ ഡാൻസ് ചെയ്തു, ലാഫ് ചെയ്തു, ചാറ്റ് അവർ ഉറക്കെ സംസാരിച്ചപ്പോഴും ഡാൻസ് ചെയ്തപ്പോഴും ലാഫ് ചെയ്തപ്പോഴൊക്കെ ആ പാർട്ടി ഒരു എന്താ പറയുക ഹേർലി ബേർലി സ്റ്റേറ്റ് ആയി, ഭയങ്കര എന്താ പറയുക ഒരു ഡിസോർഡർ, ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ടെമിൾട്ട്, ഒരു കാവോസ് ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ബിഫർട്ടിൽ. ബിഫർട്ടിൽ, BEFUTTLE. എന്താണ് ഇതിൻ്റെ മീനിങ്? അൺഏബിൾ ടു തിങ്ക് പ്രോപ്പർലി, കൺഫ്യൂസ്ഡ്, പെർപ്ലെക്സ്ഡ്, അതായത് നേരെ ചൊവ്വേ ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അൺഏബിൾ ടു തിങ്ക് പ്രോപ്പർലി, നന്നായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ഒരു തിങ്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ബിഫർട്ടിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ്, പെർപ്ലെക്സ്ഡ്, ഇതൊക്കെ എന്താ? പസിൽഡ്, ഇതൊക്കെ എന്താ? ബിഫർഡിൻ്റെ സിനോണിം മീനിങ് ആണ്. ബിഫർഡിൽ സിനോണിംസ് എന്തൊക്കെ വരും? ബാഫിൾ അല്ലെങ്കിൽ ബിവിൽഡർ. ബിവിൽഡറും കൺഫ്യൂസ്ഡ് എന്ന് തന്നെയാണ് മീനിങ് വരുന്നത്.
കൺഫ്യൂസ്ഡ്, ബിവിൽഡർ, പെർപ്ലെക്സ്ഡ്, ഇതെല്ലാം കൺഫ്യൂസ്ഡ് തന്നെയാണ്. ബിഫർഡിൽ എന്താ അൺഎബിൾ ടു തിങ്ക് പ്രോപ്പർലി, എന്നിട്ട് നേരെ ചെവി തിങ്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സ്റ്റേറ്റിനെയാണ് ബിഫർഡിൽ എന്ന് പറയുന്നത്. ആൻറ്റോണിംസ് എന്താ? ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലിയർ അപ്പ് എന്നാണ് ആൻറ്റോണിംസിൽ വരുന്നത്. എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിക്കേ. ദ കോംപ്ലെക്സ് ഇൻസ്ട്രക്ഷൻസ് ബിഫർഡിൽ ദ ന്യൂ റിക്രൂട്ട്സ്. പുതിയ റിക്രൂട്ട്സിനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചത് എന്താണ്? കോംപ്ലെക്സ് ആയിട്ടുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, കോംപ്ലെക്സ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പുതിയ റിക്രൂട്ട്സിനെ ഭയങ്കരമായിട്ട് ബിഫർഡിൽ ചെയ്തു അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്തു, എന്താ പറയുക, പെർപ്ലെക്സ് ചെയ്തു എന്നൊക്കെ പറയാം. ഓക്കെ, ബിഫർഡിൽ എന്ന് പറയുമ്പോൾ കൺഫ്യൂസ് അല്ലെങ്കിൽ പെർപ്ലെക്സ് അല്ലെങ്കിൽ നേരെ തിങ്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ബിഫർഡിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ഡോയൻ, DOYN, ഡോയൻ. എന്താണ് ഇതിൻ്റെ മീനിങ്? ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഒരു പ്രൊമിനൻറ്റ് പേഴ്സൺ ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ്. ഏത് ഫീൽഡ് ആയിക്കോട്ടെ അതിലെ ഏറ്റവും റെസ്പെക്റ്റഡും പ്രൊമിനൻറ്റും ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഒരാൾ, റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളെയാണ് ഡോയൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സിനോണിംസ് എന്തോരും? ചീഫ്, കമാൻഡർ, ഡയറക്ടർ, ഹെഡ് ഓഫ് ദ ഏത് ഫീൽഡ് ആയിക്കോട്ടെ അതിലെ ഹെഡ്, അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന മോസ്റ്റ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള ആളെയാണ് ഡോയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻറ്റോണിംസ് എന്തോരും? എംപ്ലോയി, ഫോളോവർ, ഇതൊക്കെ താഴത്തെ പോസ്റ്റാണ് അല്ലെങ്കിൽ അതിന് ടോപ്പ് മോസ്റ്റിൻ്റെ താഴെ വരുന്നതാണ് ആൻറ്റോണിംസിൽ വരുന്നത്. ഇനി എക്സാമ്പിൾ സെൻറ്റൻസ് എന്തോരും? ദ പ്രൊഫസർ വാസ് കൺസിഡർഡ് ദ ഡോയൻ ഓഫ് ദ അക്കാഡമിക് കമ്മ്യൂണിറ്റി. പ്രൊഫസറാണ്, അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലെ പ്രൊഫസറാണ് ഒരു ഡോയനായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഡ്യൂ ടു ഹിസ് എക്സ്റ്റെൻസീവ് നോളജ് ആൻഡ് എക്സ്പീരിയൻസും നോളജും കൊണ്ട് പ്രൊഫസർ, അതായത് അക്കാഡമിക് കമ്മ്യൂണിറ്റിയിലെ പ്രൊഫസറാണ് ഡോയനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡ്യൂ ടു ഹിസ് എക്സ്റ്റെൻസീവ് നോളജ് എക്സ്പീരിയൻസും നോളജും കൊണ്ടാണ് അയാളെ ഡോയനായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അതായത് അയാളെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ആളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഡോയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് റെസ്പെക്റ്റഡ് അല്ലെങ്കിൽ പ്രൊമിനൻറ്റ് പേഴ്സൺ ഇൻ പർട്ടിക്കുലർ ഫീൽഡ്. നെക്സ്റ്റ് ആംനെസ്റ്റി, AMNESTY, AMNESTY. ഇതൊരു നൗൺ. ആംനെസ്റ്റി ഇത് നൗണാണ്. എന്താണ് എൻ്റെ മീനിങ്? ആൻ ഒഫീഷ്യൽ പാർഡൺ ഫോർ പീപ്പിൾ ഹു ഹാവ് ബീൻ കൺവിക്റ്റഡ് ഓഫ് പൊളിറ്റിക്കൽ ഓഫൻസ്. അതായത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് അതിന് ക്ഷമ ചോദിക്കും, അതായത് ഒഫീഷ്യലി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നത്, ഒഫീഷ്യൽ പാർഡൺ ചെയ്യുന്നതിനെയാണ് ആംനെസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർഗീവ് ചെയ്യുക, അവർ മാപ്പ് അപേക്ഷിക്കുക, അതിനെയാണ് ആംനെസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, സിനോണിംസ് വരുന്നത് പാർഡൺ അല്ലെങ്കിൽ ഫോർഗീവ്നെസ്. എന്താണ് ആംനെസ്റ്റിയുടെ മീനിങ്? ഒരു നൗണാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ആൻ ഒഫീഷ്യൽ പാർഡൺ, അതായത് ഒഫീഷ്യലായിട്ട് തൻ്റെ തെറ്റ് തിരുത്താനുള്ളത് കൊണ്ട് മറ്റുള്ളവരോട്, അതായത് ഒഫീഷ്യലായിട്ട് എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുന്നതിനെയാണ് ആംനെസ്റ്റി എന്ന് പറയുന്നത്. ആൻറ്റോണിമിൽ പണിഷ്മെൻറ്റ് ആൻഡ് പെനാലിറ്റിയാണ് വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ സെൻറ്റൻസ് എന്ത് വരും? ആഫ്റ്റർ ബീയിങ് കോട്ട് ദ പ്രിസണർ സോൾഡ് ആംനെസ്റ്റി ഫോർ ഹിസ് ക്രൈംസ്, ഹോപ്പിംഗ് ഫോർ എ ചാൻസ് ടു സ്റ്റാർട്ട് എൻ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഹോപ്പിൽ എന്താ ചെയ്തത് ഇവിടെ? പ്രിസണർ എന്താ പറയുക, ആംനെസ്റ്റി തൻ്റെ ക്രൈമുകൾക്ക് വേണ്ടിയിട്ട്, ക്രൈമുകൾ ചെയ്തതിന് മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ബീയിങ് കോട്ട്, എന്താ പറയുക, പ്രിസണർ എന്ത് ചെയ്തു? ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഹോപ്പിൽ അവർ എന്താ പറയുക, പുതിയൊരു ഒരു ഹോപ്പിൽ, പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഹോപ്പിൽ ഫോർഗീവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആംനെസ്റ്റി സോർട്ട് ചെയ്തു എന്നാണ് എക്സാമ്പിൾ സെൻറ്റൻസിൽ പറയുന്നത്. ആഫ്റ്റർ ബീയിങ് കോട്ട് ദ പ്രിസണർ സോൾഡ് ആംനെസ്റ്റി ഫോർ ഹിസ് ക്രൈം. ചെയ്ത തെറ്റുകൾ മാപ്പ് അപേക്ഷിക്കുകയാണ് ഇവിടെ പ്രിസണർ ചെയ്യുന്നത്. ഫോർ ഹോപ്പിംഗ് ഫോർ എ ചാൻസ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. ആംനെസ്റ്റി എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് ക്ഷമ ചോദിക്കുന്നതിനെയാണ് ആംനെസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, പോണ്ടറസ്, PONDEROUS. ഇതൊരു അഡ്ജക്റ്റീവാണ്. അതിൻ്റെ മീനിങ് എന്താ? സ്ലോ ആൻഡ് ക്ലംസി ബിക്കോസ് ഓഫ് ഗ്രേറ്റ് വെയിറ്റ് കാരണം ഭയങ്കര സ്ലോ ആവുകയും ക്ലംസി ആവുന്നതിനെയാണ് പോണ്ടറസ് എന്ന് പറയുന്നത്. എന്താണ്? ഭയങ്കര വെയിറ്റ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഹെവി ആയതുകൊണ്ട് സ്ലോ ആവുന്നതും ക്ലംസി ആവുന്നതിനെയാണ് പോണ്ടറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെവി അല്ലെങ്കിൽ വെയിറ്റി എന്നാണ് സിനോണിംസ് പറയുന്നത്. വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടും ഹെവി ആയതുകൊണ്ടും സ്ലോ ആവുന്നത് തന്നെ അല്ലെങ്കിൽ ക്ലംസി ആയിട്ടിരിക്കുന്നതിനെയാണ് പോണ്ടറസ് എന്ന് പറയുന്നത്. ആൻറ്റോണിംസ് വരുന്നത് ലൈറ്റ്, എഗെയിൽ ആൻഡ് നിംബിൾ. ഇതൊക്കെ എന്താ? പോണ്ടറസിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. ഇനി എക്സാമ്പിൾ സെൻറ്റൻസ്. ഹി walked ponderously up the stairs. അതായത് സ്ലോയും ക്ലംസി ആയിട്ടാണ് സ്റ്റേഴ്സ് വാക്ക് ചെയ്തത്, സ്റ്റേഴ്സ് നടന്ന് കയറിയതെന്നാണ് പറയുന്നത്. ഹി walked ponderously up the stairs. അതായത് വെയിറ്റ് കൂടുതൽ അല്ലെങ്കിൽ ഹെവി ആയതുകൊണ്ട് അയാൾ ഭയങ്കര സ്ലോയും ക്ലംസി ആയി.
അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര പോണ്ടറസ് ആയിട്ടാണ് സ്റ്റെയർസ് നടന്ന് കയറി എന്നാണ് പറയുന്നത്. സോ പോണ്ടറസിൻ്റെ മീനിങ് എന്താ? സ്ലോ ആൻഡ് ക്ലംസി ബിക്കോസ് ഓഫ് ഗ്രേറ്റ് വെയിറ്റ്, അല്ലെങ്കിൽ ഹെവി ആയതുകൊണ്ട് സ്ലോവും ക്ലംസി ആവുന്നതിനാണ് പോണ്ടറസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് അബ്രോഗേഷൻ, ABROGATION. അതൊരു നൗൺ ആണ്. എന്താണ് അതിൻ്റെ മീനിങ്? ദ പ്രോസസ് ഓഫ് അബോളിഷിങ് ഓർ നള്ളിഫൈങ് സംതിങ് ദാറ്റ് വാസ് പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്, മുന്നേ എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ മുന്നേ കൊണ്ടുവന്നൊരു കാര്യത്തെ പിന്നീട് അബോളിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതിനെയാണ് അബ്രഗേഷൻ എന്ന് പറയുന്നത്. അബ്രഗേഷൻ എന്താണ്? ഒരു നൗണാണ്. അതിൻ്റെ മീനിങ് എന്താ? ദ പ്രോസസ് ഓഫ് അബോളിഷിങ് ഓർ നള്ളിഫൈങ് സംതിങ് ദാറ്റ് വാസ് പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്, മുന്നേ കൊണ്ടുവന്ന് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ എന്താ പറയുക, അബോളിഷ് അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്യുന്നില്ല, അത് റിജക്റ്റ് ചെയ്യുന്നതിനൊക്കെയാണ് അബ്രോഗേഷൻ എന്ന് പറയുന്നത്. സിനോണിം റിപ്പീൽ, റിവോക്ക് ആൻഡ് ആനുവൽ. ആൻറ്റോണിംസ് എന്താ? റാറ്റിഫിക്കേഷൻ, എൻഡോഴ്സ്മെൻറ്റ്. ഇതെല്ലാം എന്താ? ആൻറ്റോണിംസ് ആണ്. അബ്രോഗേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് അബോളിഷിംഗ് ഓർ നള്ളിഫൈങ് സംതിങ് ദാറ്റ് വാസ് പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ്. സെൻറ്റൻസ്: The government decided to announce the abrogation of the controversial tax law. Government എന്ത് ഡിസൈഡ് എന്നാണ് പറയുന്നത്? ഗവൺമെൻറ് ഡിസൈഡഡ് ടു അനൗൺസ് ദ അബ്രഗേഷൻ ഓഫ് ദ കോൺട്രവേഴ്ഷ്യൽ ടോക്സ്. കോൺട്രവേഴ്ഷ്യൽ ഉണ്ടായ ആ ടാക്സ് ലോ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു എന്നാണ്? അത് അബോളിഷ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഡിസൈഡ് ടു അനൗൺസ് അബ്രഗേഷൻ, അതായത് അബോളിഷ് ചെയ്യാൻ തീരുമാനിച്ചു. എന്ത്? കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടാക്സ് ലോ അബോളിഷ് ചെയ്യാൻ തീരുമാനിച്ചു. Government decided to announce the abrogation of the controversial tax law. അതായത് ടാക്സ് ലോ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? അബ്രോഗേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അതായത് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അബോളിഷ് ചെയ്യാൻ. ഓക്കെ, അടുത്ത വാക്കിലോട്ട് പോകാം. റേസ്ഡ്, REZED. എന്താണ് മീനിങ്? ടു കംപ്ലീറ്റ്ലി ഡെസ്ട്രോയ്, മൊത്തമായിട്ട് നശിപ്പിച്ച് കളയുന്നതിന് റേസ്ഡ് എന്ന് പറയുന്ന REZED. ഇതൊരു വേർബാണ്. അതിൻ്റെ മീനിങ് എന്താ? ബുൾഡോസ്, ഒബിലിറ്ററേറ്റ്. ഇതെല്ലാം എന്താ? അതിൻ്റെ സിനോണിംസ് ആണ്. മൊത്തത്തിൽ നശിപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡെസ്ട്രോയ് ചെയ്യുന്നതിനെയാണ് റേസ്ഡ് എന്ന് പറയുന്നത്. ആൻറ്റോണിം എന്ത് വരും അപ്പം? ബിൽഡ് ചെയ്യുക. അതാണ്, ബിൽഡാണ് ആൻറ്റോണിംസിൽ വരുന്നത്. സെൻറ്റൻസ് എക്സാം സെൻറ്റൻസ് നോക്കാം. ദ ഹോൾ വില്ലേജ് ഹാസ് ബിൻ റേസ്ഡ് ടു ഗ്രൗണ്ട്. ആ വില്ലേജ് മൊത്തത്തിൽ ഡെസ്ട്രോ ആയിപ്പോയി എന്നാണ് പറയുന്നത്. ഹോൾ വില്ലേജ് ഹാസ് ബിൻ റേസ്ഡ് ടു ഗ്രൗണ്ട്. നശിച്ച് വെണ്ണീറായി എന്ന് പറയില്ലേ, അത് തന്നെയാണ് റേസ്ഡ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി ഡെസ്ട്രോയ് ചെയ്യുക. ദ ഹോൾ വില്ലേജ് ഹാസ് ബിൻ റേസ്ഡ് ടു ഗ്രൗണ്ട്. ആ വില്ലേജ് മുഴുവനെ നശിച്ച് പോയി. ഇതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വേർഡ് സ്റ്റിഫ്ലിംഗ്, STIFLING. സ്റ്റിഫ്ലിംഗ് എന്താണത്? ഇതൊരു അഡ്ജക്റ്റീവാണ്. എന്താണ് എൻ്റെ മീനിങ്? എക്സ്ട്രീംലി ഹോട്ട്, ഒപ്രസീവ് ഓർ സഫോക്കേറ്റിംഗ്, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് ഓർ കോസിങ് ഡിസ്കംഫർട്ട്. ഭയങ്കര ഹോട്ടായ, ഭയങ്കര പ്രഷർ ഉള്ളതുകൊണ്ടും സഫോക്കേറ്റിംഗ് ആയതുകൊണ്ടും ബ്രീത്ത് ചെയ്യാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് ഒപ്രസീവ് ഓർ സഫോക്കേറ്റിംഗ്, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് ഓർ കോസിങ് ഡിസ്കംഫർട്ട്. എന്താ പറയുക, ഹോട്ടായതുകൊണ്ടും ഒപ്രസീവ് ആയതുകൊണ്ടും ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരുന്ന ആ ഒരു അവസ്ഥ സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നത്. അൺബിയറബിൾ, സഹിക്കാൻ പറ്റാത്ത, അതായത് ഒട്ടും ഒരു സഫോക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ് സ്റ്റിഫ്ലിംഗ് എന്ന് പറയുന്നത്. പ്ലസൻറ്റ് എന്നാണ് ആൻറ്റോണിം വരുന്നത്. സെൻറ്റൻസ് എന്ത് വരും? എക്സാം സെൻറ്റൻസ് വായിച്ച് നോക്കാം. ദ സ്റ്റിഫ്ലിംഗ് ഹീറ്റ് ഓഫ് ദ ഡെസേർട്ട് മെയ്ഡ് ഇറ്റ് നിയർലി ഇമ്പോസിബിൾ ടു സ്റ്റേ ഔട്ട്സൈഡ് ഫോർ ലോങ്. അതായത് ഭയങ്കര സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള ആ ഹീറ്റ് കാരണം, ഡെസേർട്ടിൻ്റെ ആ ഹീറ്റ് കാരണം ഒരുപാട് നേരം പുറത്ത് സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അതാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. ദ സ്റ്റിഫ്ലിംഗ് ഹീറ്റ് ഓഫ് ദ ഡെസേർട്ട് മെയ്ഡ് ഇറ്റ് നിയർലി ഇമ്പോസിബിൾ ടു സ്റ്റേ ഔട്ട്സൈഡ് ഫോർ ലോങ്. ഡെസേർട്ടിൻ്റെ ഭയങ്കര സ്റ്റിഫ്ലിംഗ് അല്ലെങ്കിൽ സഫോക്കേറ്റിംഗ് ആയിട്ടുള്ള ഹീറ്റ് കാരണം ഡെസേർട്ടിന് പുറത്ത് ഒരുപാട് നേരം സ്റ്റേ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അതാണ് സ്റ്റിഫ്ലിംഗ് കൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിന്ന് 12 വേർഡ്സാണ് പഠിച്ചത്. 12 വേർഡ്സും അതിൻ്റെ സിനോണിംസും ആൻറ്റോണിംസും എക്സാമ്പിൾ സെൻറ്റൻസും നോക്കി തന്നതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ വേർഡ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.